നമസ്കാരം. അമിത്ഷായും മോദിയും കൂടി കോൺഗ്രസ് നേതാക്കന്മാരെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും ഇരുത്തി വിറപ്പിച്ചപ്പോൾ സന്തോഷമടക്കാൻ വയ്യാതെ കൈയടിച്ച് ശശി തരൂർ. തരൂർ കുറച്ചുനാളായി കോൺഗ്രസുകാർ കിട്ടുന്നല്ല 8ന്റെ പണിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശശി തരൂരിനെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ആർക്കും രോമാഞ്ചം വന്നു പോകുന്ന തീപ്പൊരി മറുപടിയാണ് മോദി സഭയിൽ കാഴ്ചവെച്ചത്. തരൂർ മോദിയെ സ്തുതിച്ചപ്പോഴും മൗനം പാലിക്കുകയല്ലാതെ കോൺഗ്രസുകാർക്ക് രക്ഷയുണ്ടായിരുന്നില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് കോൺഗ്രസുകാർക്ക് ഈ പറയുന്ന മേളം മാത്രമേ ഉള്ളൂ അക്ഷരാർത്ഥത്തിൽ മോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വത്തെ പേടിയാണെന്ന്. മോദി തരൂരിന് പട്ടും വളയും കൊടുത്ത് സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് പിടിച്ചു പുറത്താക്കാനുള്ള ധൈര്യം പോലും കോൺഗ്രസുകാർക്ക് ഇല്ലാത്തത്. എന്നാൽ പിന്നിൽ നിന്ന് പറഞ്ഞതും സോഷ്യൽ മീഡിയയിലും കിട്ടുന്ന പ്ലാറ്റ്ഫോമിലുമൊക്കെ കുറിച്ചതുപോലെയല്ല മോദിയും അമിത്ഷായും കൂടി രാഹുലിനെയും പ്രിയങ്കയെയും ഉൾപ്പെടെ പഞ്ഞിക്കിടുമ്പോൾ ആനന്ദം പ്രകടിപ്പിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ലോക്സഭയിലെ ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസംഗത്തിന് കൈയടിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ കോൺഗ്രസുകാർക്കിടയിൽ പിന്നെയും വ്യത്യസ്തനായി. ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ വധിച്ചെന്ന് അമിത്ഷാ പ്രസംഗത്തിൽ വെളിപ്പെടുത്തിയപ്പോഴായിരുന്നു തരൂർ ഡെസ്കിലടിച്ച് പിന്തുണച്ചത്. പ്രതിപക്ഷത്ത് നിന്ന് മറ്റാരും ഡെസ്കിൽ അടിച്ചില്ല. ഇന്ത്യയിൽ കയറി പാവപ്പെട്ട നിരപരാധികളായ ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയ ഭീകരരെ ഇന്ത്യൻ സൈന്യം തിരഞ്ഞു പിടിച്ചു കൊന്നു എന്നറിയുമ്പോൾ രാഷ്ട്രീയം മാറ്റിവെച്ച് കൈയടിക്കാൻ പോലുമുള്ള മനസ്സ് കാണിക്കാത്ത കോൺഗ്രസുകാർ എങ്ങനെ നല്ല രാഷ്ട്രീയ നേതാവായി മാറുമെന്നാണ് അറിയുന്നത്. മുഴുവൻ ഇന്ത്യൻ ജനതയുടെയും പ്രശ്നമായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ നടന്നത്. എന്നാൽ അതിനെ മോദി രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞു നടന്ന കോൺഗ്രസുകാരുടെ ചെന്നായുടെ മുഖമാണ് കഴിഞ്ഞ ദിവസം സഭയിൽ വ്യക്തമായത്. പ്രതിപക്ഷത്തിനെ മോദി അലക്കിയെടുക്കുമ്പോൾ കൂട്ടത്തിൽ നിന്ന് തന്നെ കയ്യടി ഉയരുന്നു. കുറഞ്ഞ പക്ഷം കോൺഗ്രസുകാർക്ക് തങ്ങളുടെ അടിസ്ഥാനം പോലും ഇളകി തുടങ്ങിയെന്നുള്ള ബോധമെങ്കിലും ഇത് കാണുമ്പോൾ വേണം. തരൂരിനെ തള്ളാനും കൊള്ളാനും വയ്യാതെ നട്ടം തിരിയുന്ന കോൺഗ്രസുകാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പണി കൊടുക്കുന്ന തരൂർ മാസാവുകയാണ്. കോൺഗ്രസിനുള്ളിൽ തന്നെ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെ നിലനിർത്താൻ കഴിയുന്നതും ഇത്രയും പരസ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. തരൂരിന് പിന്നാലെ കോൺഗ്രസിലെ മറ്റൊരു മുതിർന്ന നേതാവായ മനീഷ് തിവാരിയും പാർട്ടി നേതൃത്വത്തിന് പരോക്ഷ മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ ലോക്സഭയിൽ സംസാരിക്കുന്ന കോൺഗ്രസ് MPമാരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മനീഷ് തിവാരി ഭാരതത്തിന്റെ മഹത്വത്തെ വാഴ്ത്തുവെന്നു എന്ന ഗാനത്തിന്റെ ഭാഗമാണ് എക്സിൽ പങ്കുവച്ചത്. ചർച്ചയിൽ പങ്കെടുക്കാൻ അനുവാദം ചോദിച്ചെങ്കിലും പാർട്ടി നിരാകരിച്ചതിന് പിന്നാലെയാണ് തിവാരിയുടെ പ്രതികരണം. ഇതെല്ലാം കോൺഗ്രസിനെ അതീവ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച